എക്സ്പെക്റ്റേഷൻ വേഴ്സസ് റിയാലിറ്റി അതാണ് ഇപ്പം ഞാനിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഷോപ്പ് തുടങ്ങാൻ വേണ്ടി വിചാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര പ്ലാനിങ് ആയിരുന്നു. ഫാമിലിയിലെ എല്ലാ കാര്യങ്ങളും ഷോപ്പും ഒരുപോലെ സെറ്റാക്കി കൊണ്ടുപോകണം. ഒന്നിനും ഞാൻ ഇല്ലാത്ത പോലെ എനിക്ക് തോന്നരുത്, ആർക്കും തോന്നരുത്. അതുകൊണ്ട് എനിക്ക് ഒരു കൃത്യമായ പ്ലാനിങ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് തന്നെയാണ് ഈ പരിപാടിക്ക് ഇറങ്ങിയത്. പക്ഷേ തുറന്ന് നമ്മൾ അതിൽ ഇൻവോൾവ് ആയി തുടങ്ങുമ്പോൾ ഫസ്റ്റ് ടൈം ആണതുകൊണ്ടാണോ അതെനിക്കറിയില്ല, അത് വിചാരിച്ച പോലെയൊന്നല്ല നടന്നു പോകുന്നത്. ഈ വീട്ടിലെ കുക്കിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് ഷോപ്പും തുറന്ന് അവിടുത്തെ കാര്യങ്ങളും കൂടി ചെയ്ത് വന്നപ്പോഴേക്കും നമുക്ക് ഭയങ്കരമായിട്ടൊരു ഫ്രസ്ട്രേറ്റഡ് ആവും. അതുകൊണ്ട് തന്നെ ഞാൻ എന്നെ കുക്ക് ചെയ്യാൻ അടക്കം ഞാനിപ്പോൾ അധികം നിൽക്കാറില്ല. അമ്മ ഉള്ളത് കൊണ്ട് അമ്മയാണ് കംപ്ലീറ്റായിട്ട് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പം നോക്കുന്നത്. ലുട്ടു പിന്നെ സ്കൂൾ അടച്ചപ്പോൾ അമ്മമ്മയുടെയും മുത്തശ്ശൻ്റെ അടുത്തേക്ക് അങ്ങ് സെറ്റായി. ഇപ്പോഴത്തെ ഒരു റൊട്ടീൻ എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുക, അമ്മ ഉണ്ടാക്കി വെച്ച ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, നേരെ ഷോപ്പിലേക്ക് പോവുക, അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അത് സംഭവം നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അത് എത്രത്തോളം ഡിഫിക്കൽട്ടാണ്, എത്രത്തോളം സ്ട്രെസ്ഫുള്ളാണ് എന്ന് മനസ്സിലാക്കുക. സത്യം പറഞ്ഞാൽ ഈ ബിസിനസ് പറയുമ്പോൾ എനിക്കൊരു ഈസിനെസ്സിന് വേണ്ടി തുടങ്ങിയതാണെങ്കിലും നമ്മൾ വിചാരിച്ച പോലൊരു പണിയല്ല സാർ ഇത്.